പെൺകുട്ടികൾ അധികമുള്ള സ്വഹാബിയാണ് ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്താൻ സുദീർഘമാക്കുന്നില്ല. പെൺകുട്ടികൾ ധാരാളമുള്ള സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഏത് സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു? സൂറത്തുൽ വാഖിയ. എന്നിട്ട് പറഞ്ഞു, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, നിന്റെ പെൺമക്കൾക്ക് ഈ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണം, ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഭർത്താവ് ഗൾഫിൽ, ഭർത്താവ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു. ആ പ്രിയപ്പെട്ടതാകുന്ന മാരനെ ചേർത്ത് നിർത്താൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം പകരാൻ, അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ ബറക്കത്തുണ്ടാകാൻ, ജോലിയിൽ എല്ലാവിധ സന്തോഷവും കിട്ടാൻ, സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി ലഭിക്കാൻ, ഭാര്യ ആ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ താങ്ങായി തണലായി വർത്തിക്കേണ്ട ഒരു രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പെൺകുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ ഒരു കിഴിയുമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ആളെ വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പെൺമക്കൾ അധികമല്ലേ, നിങ്ങളുടെ ദാരിദ്ര്യം ഇതോടുകൂടി തീരും, പ്രയാസമൊക്കെ മാറും, ഈ സമ്പത്ത് കൈവച്ചോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയാണ് ഫ്രീ കിട്ടിയാലും പോക്കറ്റിലിടുന്ന കൗമാണ് നമ്മൾ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിയല്ലേ? ഒരു പൊതി ബിരിയാണി കിട്ടി, രണ്ടാമത് കിട്ടിയാലും വീണ്ടും വാങ്ങും, മൂന്നാമത് കിട്ടിയ വീണ്ടും വാങ്ങും, നാലാമത് കിട്ടിയ വീണ്ടും വാങ്ങും, അഞ്ചാമത് കൊടുത്തു, വീട്ടിൽ 5 പേരില്ല എന്നാലും വീണ്ടും വാങ്ങും. അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി അടിക്കാമല്ലോ, ആഹത്തായിട്ട് വീണ്ടും വാങ്ങും. അന്നാ ഹാജിയാരെ 6ാമതൊരു പൊതി വേണ്ടാന്ന് പറയും, കൊണ്ട് തന്നേക്കെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. എത്ര കിട്ടിയാലും മതിയാവൂല. ഇത് റമദാനിൽ കിട്ടിയാലും മതിയാവൂല. പിറ്റേ ദിവസം നോമ്പാണ്, കഴിക്കാൻ പറ്റൂല, നല്ലപോലെ അറിയാം. എന്നാലും 17 രാവിലെ കിട്ടുന്ന പൊതിയൊക്കെ ആക്റ്റീവാക്കകത്ത് വെച്ച് ആക്റ്റീവായിട്ട് ഹാജിയാര് പോകും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് സമ്പത്ത് കൈവെള്ളയിലില്ല, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈമാൻ, അദ്ദേഹം പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ അത് മതി. സൂറത്തുൽ വാഖിയ അങ്ങനെ നിത്യമാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അദ്ദേഹം സ്വർണത്തിന്റെ നാണയം ഇതേപോലെ കൊടുത്തു വിട്ടു, വാങ്ങിച്ചില്ല. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം സ്വർണത്തിന്റെ കിഴി കൊടുത്തു വിട്ടു. വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം എന്റെ മക്കൾക്കും എനിക്കും എന്ത് മതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സൂറത്ത് മതി. ഞങ്ങൾക്ക് ആഹാരം കഴിച്ച് മറ്റൊരുത്തന്റെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഗതി വരൂല, ഉറപ്പാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ട് ജീവിച്ചവരാണവർ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളോ ഈ ഇതാവക്കത്തെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പരിശുദ്ധമായ ദീനിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, സാധേ ദാരിദ്ര്യം, സാധേ ബുദ്ധിമുട്ടാ, സാധേ പ്രയാസം. സൂറത്തുൽ വാഖിയ കൊണ്ട് നിയത്ത് വെച്ച് ചോദിക്കേ. വീട്ടിലെ 4 പേരുണ്ട്, ഉമ്മായും മാമായും മക്കളും അടക്കം. 4 പേരും 4 സൂറത്ത് ഓതുന്നു, 4 പ്രാവശ്യം ഓതുന്നു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, ഇതൊന്നും ജീവിതത്തിൽ മുടങ്ങാൻ പാടില്ലാത്ത സൂറത്താണ്. എല്ലാ ദിവസവും ഓതേണ്ടതാണ്. യാസീൻ ഓതിയാലെന്താ? ഖുർആന്റെ ഹൃദയമാണ്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യം വെച്ച് ഓതുന്നോ അത് നിറവേറുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ലക്ഷ്യത്തിന് വേണ്ടി യാസീൻ ഓതാ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഓത് സൂറത്തുൽ വാഖിയ. നിയത്തി ഖബർ ശിക്ഷ, ഏകാന്തതയിൽ നിനക്ക് സംരക്ഷണം കിട്ടാൻ, ഖബറിലുള്ള അദാബ് നിനക്ക് നീങ്ങിക്കിട്ടാൻ, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓത് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ഇതൊന്നും മുടങ്ങാൻ പാടില്ല. എല്ലാ ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. كان النبي صلى الله عليه وسلم لا ينام حتى يقرأ ألف لام ميم سجدا وسورة الملك. എത്ര രാത്രിയായാലും
ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഓതിയിരുന്ന 2 സൂറത്താണ് സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. സൂറത്തു സജദ ഒറ്റ ദിവസം മുടങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഇന്ന് ഓതിയിട്ടില്ല, വേഗം തന്നെ സൂറത്തു സജദയും ഓതും, സൂറത്തുൽ മുൽക്കും ഓതും. പാവിരിക്കുമ്പോ നമ്മൾ ഓർക്കണം, ഈ സൂറത്ത് ഓതിയോ ഇല്ല, അവ ഖുർആൻ എടുക്കുക, 2 സൂറത്ത് ഓതിയിട്ട് ഉറങ്ങാവുള്ളൂ. സൂഫിയാക്കളുടെ ഒരു രീതിയുണ്ട്, രാത്രിയിൽ അവർ നിസ്കരിക്കുമ്പോ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് അല്ലെങ്കിൽ അവ്വാബീന്റെ സുന്നത്ത്, മഗ്‌രിബിനുള്ള സുന്നത്ത് നിസ്കാരം, ഇങ്ങനെയുള്ള നിസ്കാരത്തിൽ ഏതോ 2 സൂറത്ത് ഓതും, സൂറത്തു സജദയും ഓതും, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിക്കും. അപ്പം ഇശാ മഗ്‌രിബിന്റെ ഇടയിലുമായി ഈ പറഞ്ഞതാകുന്ന സുന്നത്തും കിട്ടി, രാത്രിയിൽ ഓതലുമായി. അങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. തഴവ ഉസ്താദിന്റെ ഒരു ഇജാസത്ത് തന്നെ ആ വിഷയത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അങ്ങനെ ജീവിച്ച മഹത്തുക്കളാണ്. അതുകൊണ്ട് ജീവിതം സംശുദ്ധമായി സാലിഹീങ്ങളോടൊപ്പം ചേർന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കുമാറാവട്ടെ. അപ്പൊ ഖുർആനിലെ ഈ പ്രസക്തമാക്കപ്പെട്ട സൂക്തം ആര് ജീവിതത്തിൽ കൊണ്ടു നടന്നു? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അഥവാ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, മരണം വരെയും അദ്ദേഹം വിട്ടുപോയിട്ടില്ല. പെൺമക്കളെ എല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് അവരാരും തന്നെ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മരണം വരെയും അദ്ദേഹത്തിന് ആ സൂറത്തായിരുന്നു പിടിവള്ളി. ഏത്? സൂറത്തുൽ വാഖിഅ. ഇതൊക്കെ പഴമക്കാരായ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞു തന്നിട്ട് ഒരു പുതിയ ജനറേഷനാണ് ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തത്. പഴയ ആളുകൾക്കൊക്കെ ഈ വാഖിഅ സൂറത്ത് കേൾക്കുന്നുണ്ട്, അവരൊക്കെ ഉമ്മമാര് ഓതുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മഹത്വം അറിയണം. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത്. മനസ്സിലാക്കണം. ഖുർആന്റെ വാഹകനായിരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിർത്താണ്, ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ. അവസാന സമയം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് വന്നു. 3ാമത്തെ ഊത്തിലൂടെ ഖബർ പിളർന്നിട്ട് ആളുകൾ മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുമ്പോ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഞാൻ ആരാണെന്നറിയുമോ? പറഞ്ഞു കൊടുക്കുന്നു, അന സാഹിബുക്കൽ ഖുർആൻ, നിന്റെ ഖുർആനാണ് ഞാൻ. നീ ഓതിക്കൊണ്ട് നടന്ന ഖുർആൻ. ഈ സദസ്സിലുള്ള എത്ര പേർക്ക് സ്വന്തമായി മുസ്ഹഫ് ഉണ്ട് എന്ന് ചിന്തിക്കുക. എത്ര പേരുണ്ട് ഇത് എന്റെ മുസ്ഹഫ് ആണെന്ന് പറയാൻ? ഒരു മുസ്ഹഫ് സ്വന്തമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ പിള്ളേരുടെ 10 ദിവസമുള്ള മുസ്ഹഫ് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക. ചിലതൊക്കെ കുത്തഴിഞ്ഞ് മൊത്തം പോയി. സ്കൂളിൽ പഠിക്കുന്ന ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന മക്കൾ പോലും ഖുർആന്റെ വേണ്ടതിലേക്ക് വില വെക്കുന്നില്ല. പലരും മസാല ചോദിക്കാൻ വിളിക്കും, ഉസ്താദേ ഒരു ബൈൻഡ് പോയ മുസ്ഹഫ് ഉണ്ട്, എങ്ങനെയാ കത്തിക്കട്ടെ ഉസ്താദ്? ഞാൻ പറയും, നിങ്ങളാദ്യം കത്തി, തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക. ബൈൻഡ് അങ്ങോട്ട് വിടുമ്പോഴേ ഖുർആൻ കത്തിക്കണം. അത്ര വലിയ നിയ്യത്തായിട്ട് നിൽക്കുക. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഖുർആൻ അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, അത് കരിച്ച് ഒരു പാത്രത്തിലിട്ട് അത് കരിച്ച് അത് നല്ല ശുദ്ധമായ ഭൂമിയിൽ കുഴിച്ചിടുക. ശുദ്ധമായ ഭൂമിയിൽ, അവിടെ വേറെ മലിനങ്ങളൊന്നും വരാൻ പാടില്ല. അത്ര സൂക്ഷ്മം. അത് അതുപോലെ നുരുമ്പിപ്പോയി, ഇനി ഒരിക്കലും അത് ബന്ദ് ചെയ്താലും അത് ഉപയോഗിക്കാൻ പറ്റൂല. ആ കോലത്തിലെത്തിയാല് നമ്മൾ താള് വിടുമ്പോഴേ അത് ദൂരോട്ട് എറിയുക. അടുത്ത മുസാഫ് വരട്ടെ. കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. മുസാഫിനെ നമ്മൾ വില വെക്കുന്നില്ല. ഒരു ചെറിയ ബിസ്മി എഴുതിയതാകുന്ന ഒരു പേപ്പർ നിലത്ത് കിടന്നു. അത് ബിസ്മി എഴുതിയതാണെന്ന് മനസ്സിലായില്ല. അത് എടുത്തു, അറബി എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിലെ അഴുക്കൊക്കെ തുടച്ച് വൃത്തിയായി സൂക്ഷിച്ച മനുഷ്യൻ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ മണ്ണിൽ കിടപ്പുണ്ട്. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വലിയ സൂഫി വര്യനായി മാറി. അവരുടെ കാൽപാദങ്ങൾ പിൻപറ്റിയിട്ടാണ് പിന്നീട് വന്ന സൂഫിയാക്കൾ മുഴുവനും നിലകൊണ്ടിട്ടുള്ളത്. ഔലിയാക്കളുടെ തലവനായി അള്ളാഹു മാറ്റി. കേവലം ഒരു ബിസ്മി എഴുതിയതാകുന്ന ഒരു ചെറിയ ഒരു പേപ്പർ അത് അഴുക്കിൽ കടന്നപ്പോൾ അതെടുത്ത് സൂക്ഷിച്ച് നല്ലതുപോലെ അതിന് അഴുക്ക് മാറ്റി വെച്ചു. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവനെ ബഹുമാനിക്കണം. അപ്പോഴേ അള്ളാഹു നമുക്ക് ബഹുമാനം തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാണരുത്. നമ്മൾ ഇന്നത് നെവർ മൈൻഡ് മുസാഫ് ഇങ്ങനെ
മാർച്ചിന് പോകുന്ന പോലെ മുസാഫ് ഒന്നും അങ്ങനെ പിടിക്കില്ല. മുസാഫൊക്കെ എടുക്കുന്നത് തന്നെ വളരെ മഹത്താണ്. നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നടക്കാവുള്ളൂ, തന്റെ അരയ്ക്ക് മേലോട്ട് പിടിക്കാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ട് ഞാൻ സാധാരണക്കാരുള്ളത് കൊണ്ട് ഉണർത്താൻ, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ എടുത്തിട്ട് സാധാ ബുക്ക് പോലെ തോന്നാൻ ആഹത്തായിട്ട് പിടിച്ചു. അതാണ് അദബ് കേട്. എടുത്തില്ലേലും കുഴപ്പമില്ല, എടുക്കുകയാണെങ്കിൽ ഈ കോലത്തിൽ എടുക്കണം, വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. മുസഹഫ് വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. മുസഹഫ് വരുന്നത് കണ്ടാൽ ഒരാൾ മുസഹഫ് വന്നാൽ എഴുന്നേൽക്കണമെന്നാണ്. അത്ര അദബാണ്, അത്ര അദബാണ്. കാരണം ഇതൊരു സാദാ സീതാ കലാമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് വരെ വള്ളിപുള്ളി വ്യത്യാസം വന്നിട്ടില്ല, കൂട്ടിത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും മതത്തിന്റെ ആശയങ്ങളെ പോലെ അല്പം എഴുതി ചേർത്ത് പിന്നീട് വന്നതാകുന്ന അച്ഛന്മാരോ മറ്റുള്ള ആളുകളോ എഴുതി ചേർത്ത ഒരു സാധനം അല്ല ഇത്. ഇത് കാലാകാലം നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. ഇറക്കപ്പെട്ട നാള് മുതൽക്ക് ഒരു ഹർഫിന് പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുന്നു. ഈ ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താൻ. ഇതാ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ പിളർന്നുകൊണ്ട് ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് വരാൻ നിൽക്കുന്ന മനുഷ്യൻ, അതാ തൂവള്ള വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുകയാ. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു പറയുകയാണ്, അന സാഹിബുകൽ ഖുർആൻ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വസഹറത ലൈലതക. നീ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ ഖുർആനിനെ നീ പാരായണം ചെയ്തവനല്ലേ. ഇന്നിതാ നിന്റെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് നിനക്ക് ശുപാർശകനാണ്, ശുപാർശകനാണ്. ഇനി നീ പേടിക്കേണ്ടതില്ല. മഹ്ശറയിലേക്ക് നിനക്ക് തുണയായി കത്തിച്ചൊരിക്കുന്ന സൂര്യനെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ നിനക്ക് സംരക്ഷകനായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വയുഅതാ ബിയമീനിഹി അൽ മുൽകു. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുന്ന മനുഷ്യന്റെ വലത് ഭാഗത്ത് അതാ രാജാധികാരത്തിന് ശാശ്വതത്വം അല്ലാഹു നൽകുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി. ആ സ്വർഗ്ഗത്തിലുള്ളതാകുന്ന കരാറുപത്രം എന്നേക്കുമായി സ്വർഗ്ഗത്തിൽ നീ വസിക്കണേ എന്നുള്ള കരാറുപത്രം അവന്റെ ഇടത് ഭാഗത്ത് അതാ മലക്കുകൾ സമ്മാനിക്കുകയാണ്. തീർന്നില്ല. അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചതാകുന്ന പ്രിയപ്പെട്ട മക്കളെ, ഹാഫിളീകളായ പൊന്നുമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹു മഹ്ശറയിലേക്ക് വിളിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരും അല്ലാഹുവിന്റെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഘട്ടമല്ലേ. എല്ലാ അമ്പിയാക്കളും ഭയവിഹ്വലരാണ്, പേടിച്ചിട്ടാണ്. ഞങ്ങളെയൊന്ന് രക്ഷിക്കണമെന്ന് ജനങ്ങൾ വന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഞാനതിന് അർഹനല്ല. അലൈക്കും ബിനോ നിങ്ങൾ ശരീഅത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട നൂഹിലേക്ക് പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി പോലും കഴിയുന്നതാകുന്ന മഹ്ശറയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം പറയുകയാണ്, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല. അലൈക്കും ബി ഇബ്രാഹീം, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഖലീലുള്ളയായ ഇബ്രാഹിമിലേക്ക് പോകണേ
മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് രക്ഷ അവിടെയാണ്, അവിടെയാണ്, അവിടെ ഓടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല, അർഹനല്ല, എന്റെ കയ്യിൽ ശഫാഅത്തില്ല. നിങ്ങൾ പോകേണ്ടത് മൂസയിലേക്കാണ്, മൂസാ നബിയിലേക്കാണ്. അലൈക്കും ബി മൂസ, അല്ലാഹുവിന്റെ കലീമാണ്. 136 പ്രാവശ്യം ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകനല്ലേ അലൈക്കും ബി മൂസ. മൂസയുടെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല, അർഹനല്ല. അലൈക്കും ബി ഈസാ, റൂഹുള്ളയാണ്, അല്ലാഹുവിന്റെ കലിമത്താണ്. റൂഹുല്ലാഹി വ കലിമതുഹു, കുന്നെന്ന വാക്കിലൂടെ ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോനാണ്, പൊന്നുമോനാണ്. ഈസാ നബിയിലേക്ക് ലോക ജനത മുഴുവനും ഓടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയും, ലസ്തു ലഹാ അഹ്ലുൻ, ഞാനതിന് അർഹനല്ല, അർഹനല്ല. നിങ്ങൾ പോകേണ്ടത് ഒരാളിലേക്കാണ്, ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്. ആ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുൻ, 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 മുഹമ്മദുൻ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതരങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുരുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ മറിയത്തിലേക്ക് ഉൾവരിഞ്ഞു ലോകത്തിന് മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് കിസീന, മുഹമ്മദ് കിസീന, സുനെ ഔർ സുനായേ യേ ജീഗ് ചാഹ്തേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. ആ ഒരു മഹ്ശറയാണ്, ആ നിലനിൽക്കുന്ന മഹ്ശറയിൽ നിനക്ക് തുണയായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് നിനക്ക് സംരക്ഷകൻ വരുന്നത്. ആ പ്രവാചകർ ഈ ലോകത്ത് കൊടികുത്തി വെച്ച ലവാചകൻ ഈ ലോകത്ത് കാണിച്ചു തന്നതായ പരിശുദ്ധമായ ഖുർആൻ, വെളിച്ചം വീശിത്തന്ന ഖുർആൻ നിനക്ക് സംരക്ഷണമാണ്, സംരക്ഷണമാണ്. ലോകം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്നതായ ഘട്ടത്തിൽ ഹബീബായ നബി തങ്ങളും ആ പ്രവാചകർക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആൻ നിനക്ക് ഷഫീആണ്, നിനക്ക് ശുപാർശകനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ വിളിക്കുകയാണ്. മാതാപിതാക്കളെ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവനെ പേടിച്ച് നിൽക്കുന്നു. ആ മാതാപിതാക്കളെ വിളിക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വിറങ്ങലിച്ച് വരുകയാണ്. അല്ലാഹുവല്ലേ, ലോകത്തിന്റെ സൃഷ്ടികർത്താവല്ലേ, പരിപാലകനല്ലേ, സർവേശ്വരല്ലേ, സർവാധിപതിയല്ലേ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാര കർത്താവല്ലേ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പാവപ്പെട്ട ഹഫ്ളീങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കുകയാണ്, വിളിക്കുകയാണ്. മുക്കുന്നത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹിഫ്ളിനെ പറഞ്ഞു വിട്ടതായ രക്ഷിതാക്കളെ, അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു മലക്കുകൾ മുഖേന മനോഹരമാകുന്ന പട്ടുവസ്ത്രം ധരിപ്പിക്കുകയാണ്, ധരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല സ്വഹാബ. അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രമാണ് ആ മാതാപിതാക്കൾക്ക് നാളെ ധരിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാവപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കും, അല്ലാഹ് എന്തിനാണ് ഞങ്ങൾക്കിത് ധരിപ്പിച്ചത്? അല്ലാഹ് യാ അല്ലാഹ്,
എന്തിനാണ് പാവപ്പെട്ട ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത് അല്ലാ? ഉടനെ അല്ലാഹു മറുപടി നൽകുകയാണ് ബിഅഖദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ മുക്കുന്നത്തുള്ള കടക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് വിട്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ട രക്ഷിതാവല്ലേ, പ്രിയപ്പെട്ട മാതാവ് പിതാവുമല്ലേ? നിങ്ങൾക്കുള്ളതാകുന്ന ആദരവാണ്. ഇന്ന് കടക്കൽ ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് സനത് വാങ്ങിയിറങ്ങിയ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നാളെ ആഖിറത്തിൽ നൽകുന്ന ആദരവിന്റെ സദസ്സാണ്. ലോക ജനത മുഴുവനും ഒന്നിച്ച് നിന്നുകൊണ്ട് കാണുകയാണ്. തീർന്നില്ല. ആ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മക്കളായ ഹാഫിലിങ്ങളെ അല്ലാഹു വിളിക്കുകയാണ്. അവരുടെ തലയിലേക്ക് സ്വർണ്ണത്തിനാലുള്ള ഒരു കിരീടം അല്ലാഹു വെച്ചു നൽകുമത്രേ. സൂര്യനേക്കാൾ പ്രഭയാണ് അതിനുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെയും കൂട്ടി സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് നീ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പടവുകൾ കയറി പോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളോട് പറയുകയും ഹാഫിളീങ്ങളാകുന്ന മക്കൾ അവർ പഠിച്ചു വെച്ചിട്ടുള്ള 6000 ചില്ലുവാനും ആയത്തുകൾ ഓതിക്കൊണ്ട് മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ പടവുകൾ കയറി പോകുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. കിട്ടുന്ന നേട്ടമാണ്. ഇത് വെറുതെ മനസ്സിലാക്കണ്ട, ഹദീസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കൾ അതുകൊണ്ട് ചേർത്ത് നിർത്തണം. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഹാഫിളീങ്ങളാകുന്ന മക്കൾ കൂടി പോയാൽ ഇനിയും 30ഓളം വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇൻഷാ അല്ലാഹ് കടക്കൽ ഉസ്താദിന്റെ ഈ സ്ഥാപനത്തിൽ ആകുന്ന ഒരു കുട്ടിയെ എന്റെ മകനെ ഹാഫിളാക്കാൻ പറ്റിയില്ല, ആലിമാക്കാൻ പറ്റിയില്ല, ഒരു കുട്ടിയുടെ കഫാലത്ത് ചെലവ് ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തേക്ക് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന സഹോദരങ്ങൾ ആരാ ഈ സദസ്സിലുള്ളത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ ഈ സദസ്സിൽ? 25,000 രൂപ ഒറ്റയടിക്കല്ല, ഗഡുക്കളായിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്കുള്ളതുപോലെ ഒരു വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി ഞാൻ കൊടുത്തുകൊള്ളാം. ഒരാളെ ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാ ഈ സദസ്സിൽ? ആദ്യമായിട്ട് ആരാ? ഇൻഷാ അല്ലാഹ് കൈബുക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഉണ്ട്, ഈ മജ്ലിസിലുണ്ട് ദീനിന്റെ കാവൽഭടന്മാർ, പരിശുദ്ധമായ ദീനിനെ സഹായിക്കുന്ന സാലിഹീങ്ങൾ, സ്വലഹാകൾ, ഉമ്മമാർ ഈ മജ്ലിസിലുണ്ട്. നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ആരാ കൈ ഉയർത്ത? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. മാഷാ അല്ലാഹ്, ഖുലൂ തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ. അയ്യൂബ് സഹോദരൻ 25,000 അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സലാത്തു സുറൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, അയ്യൂബ് എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി ഈ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. പരലോകത്ത് വലിയ പ്രതിഫലമുള്ള സ്വതക്കയായി സ്വതക്കയെ കബൂലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഈ സ്വതക്ക കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പ്രായാധിക്യം എത്തിയതാകുന്ന കടക്കൽ ഉസ്താദിനെ സഹായിക്കുകയാണ്. കാരണം ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഗൾഫ് നാടുകൾ മുഴുവനും പോയി പാവപ്പെട്ട യതീം മക്കൾക്ക് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് സദഖ വാങ്ങിയവരാണ്. ഇന്ന് ആരോഗ്യപരമായ പ്രയാസമുണ്ട്. ഉസ്താദ് അവരുടേതാകുന്ന മക്കളെ ഏറ്റെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഞാൻ കൊടുക്കാം ഉസ്താദേ, ഒരു കുട്ടിയുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു ഉമ്മയുണ്ടോ, അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരാ ഇൻഷാ അല്ലാഹ് പറയാ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞു. ഓ
ആ ഷമീം, ഇപ്പൊ ആളെ മനസ്സിലായി, ഇപ്പഴേ മനസ്സിലായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഷമീം നമ്മളോടൊപ്പം കഴിഞ്ഞ 9 ബാച്ചിൽ ഉംറയ്ക്ക് വന്ന വ്യക്തി കൂടിയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ കണ്ടില്ല കേട്ടോ, ഇവിടെ നീ വെളിച്ചം കൊണ്ട് അടിക്കുന്നുള്ളതുകൊണ്ട് കാണുന്നില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തേ നാദർശാക്കയില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്വലാത്തു റബ്ബന റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ശമീം എന്ന സഹോദരൻ അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമുള്ള വിനീതന്റെ റൂഹെ ബയാൻ മജ്ലിസ് വീക്ഷിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റൂഹെ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ സദസ്സിൽ തന്നെ ലൈവായി പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. നീ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ശമീം എന്ന സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളെ കൂട്ടുകുടുംബാദികളെ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് ചേരാൻ ഈ സദഖ നീ പരിപൂർണമായി നിദാനമാക്കണേ അല്ലാഹ്. അടുത്തത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഉണ്ട് ഈ മജ്ലിസിലുണ്ട്, നല്ല നിയ്യത്ത് വെച്ച് പറയും, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തു നോക്കണം, അല്ലാഹു സ്വീകരിക്കട്ടെ. അൻവർ ഷാ നിലമേൽ 25,000 അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. سلسبيلا صار فيه سيد السادات سير سلسبيلا تسق في الحالات كسلسال سال لا إله إلا الله. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തോടെ സാധൂകരിക്കണേ അല്ലാഹ്. അല്ലാഹു അൻവർ ഷാ എന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. 25,000 രൂപ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്ത് ഈ സ്വതക്കയിലൂടെ വലിയ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെ ചേർത്ത് വെച്ചവരാണ് ഈ മക്കളിലൂടെ നാളെ സ്വർഗ്ഗം പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹാഫിളീങ്ങളാകുന്ന മക്കൾക്ക് 10 പേരെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 10 പേരെ സ്വർഗ്ഗത്തിൽ കടത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ ഈ 10 പേര്? നരകം നിർബന്ധമായ അഹ്ലുകാരാണ് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുക. ഹദീസ് വിശദീകരിച്ച മുഹദ്ദിസീങ്ങൾ പറയുന്നു, നരകം നിർബന്ധമായ 10 പേര്, നരകത്ത് ഉറപ്പാണ്, അവർക്ക് വാജിബാണ്. അങ്ങനത്തെ 10 ആളുകളെ, അത് സ്വർഗത്തിൽ കടത്തുന്ന ആളുകളെ 10 പേരെ കയറിക്കോന്ന് പറയല്ല. നരകം വാജിബായ 10 പേരെയാണ് പിടിച്ച് സ്വർഗത്തിൽ കടത്താൻ പറ്റുക. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് 10 പേര് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, മക്കൾ 5 പേരുണ്ട്. ഒരാളെ എങ്കിലും ഹാഫിളാക്കാൻ നമുക്ക് പറ്റിയോ? ഇല്ല. ഒരാളെ ആലിമാക്കാൻ പറ്റിയോ? സാധിച്ചോ? ഇല്ല. എങ്കിൽ ഒരു കുട്ടിയെങ്കിലും ഏറ്റെടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലോകത്ത് ആദ്യമായി കഫാലത്ത് കുട്ടികളെ ദീൻ പഠിക്കാൻ വേണ്ടി ഏറ്റെടുത്തത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. കഫാലത്ത് എന്നുള്ള പദം തന്നെ ഖുർആനിലുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമാണ് ആദ്യമായി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചുമതല ചെലവ് മുഴുവനും പരിപൂർണമായി ഏറ്റെടുത്തത് എന്ന് വിശുദ്ധമായ ഖുർആൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പൂർണ്ണമായിട്ട് ആരേറ്റെടുത്തു? സക്കരിയ നബി അലൈഹിസ്സലാം. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ചീഫ് ഇമാമാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. ഒരുപാട് പറയാണ്ട്, സമയബന്ധിത ആയതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ പകലൊക്കെ എല്ലാവരും വന്നിരുന്ന് ഫുള്ള് പരിപാടി വീക്ഷിച്ചവര് ക്ഷീണിച്ച് എവിടെയെങ്കിലും ഒന്ന് കടന്നാ മതി എന്ന് ഓർത്ത് നിൽക്കുന്ന സമയം അവരുടെ കുടുംബത്തിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.
നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയാക്കണേ അല്ലാ. ഒരു ഹാഫിളാകാൻ ഒരു പൊന്നുമോനെ ഏറ്റെടുത്തിരിക്കുകയാണ്. നീ ജീവിതാന്ത്യം ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരോടൊപ്പം സ്വർഗ്ഗം പുൽകാൻ ഈ സദഖ നിദാനമാക്കണേ അല്ലാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം റൂം നിർമ്മിച്ചുകൊണ്ട് ഭക്ഷണം കൃത്യമായി കൊണ്ടുവന്ന് കൊടുത്ത വ്യക്തിയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അവർക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം ഇവർക്ക് നീ നസീബാക്കണേ അല്ലാ. നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരടുത്തത് ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഒരാൾ കൂടി ഇൻഷാ അല്ലാഹ്. ആരാ നല്ല നിയ്യത്ത് വെച്ച് പറയാ അല്ലാഹു സ്വീകരിക്കട്ടെ. 25,000 ഒരു കുട്ടിയുടെ ചെലവ്. ഉടനെ കൂടി കൊടുക്കണ്ട, ഇന്ന് കൊടുക്കാനല്ല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് നല്ല നിയ്യത്ത് വെച്ചോ. ഹാഫിളായ ഒരു മകനെ നമുക്ക് ഇൻഷാ അല്ലാഹ് സമ്മാനിക്കണം. ആഖിറത്തിൽ ആ കുട്ടിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാം. ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചു. MBBS വേണ്ടി മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുത്തു. ഒരാളെ ഇൻഷാ അല്ലാഹ് ഹാഫിളാകാൻ വേണ്ടി തെരഞ്ഞെടുക്കും. 25,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ഏറ്റവും ചുരുങ്ങിയ ചെലവാ. ഒരു കുട്ടിയുടെ എങ്ങനെ നമുക്ക് 25,000 ഒതുക്കാൻ പറ്റും? ഇത് ഏറ്റവും ആറ്റിക്കുറുക്കിയിട്ട് ചെലവിട്ടിരിക്കുക. എന്തിനാത്? കടക്കൽ ഉസ്താദ് അങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു ഓഫർ ഇട്ടതാണ് നമ്മളെല്ലാവരും ഭാഗവാക്കാൻ. 25,000 രൂപയ്ക്ക് ഒരു കുട്ടിയുടെ ഒരു വർഷം ഒരിക്കലും ചെലവ് കഴിയൂല. അങ്ങനെ വെച്ചത് നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് സാധുക്കൾക്കൊക്കെ ഒന്ന് ഭാഗവാക്കാൻ, ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും ഒന്ന് പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിൽ ആരും വിമുഖത കാണിക്കരുത്, തടസ്സം നിൽക്കരുത്. നല്ല നിയ്യത്തിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സഹോദരി ഒരു കുട്ടിയുടെ ചെലവ് മാഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്ത് വലിയ പ്രതിഫലമുള്ളതായ സ്വതക്കയായി ഈ സ്വതക്കയെ നീ എത്തിക്കണേ അല്ലാഹ്. ഒരു കുട്ടിയുടെ ഒരു വർഷത്തിലേക്കുള്ള ചെലവാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ സഹോദരിക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആ സഹോദരിക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. കടബാധിതകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശമനം നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയായി, പ്രത്യേകിച്ച് ഖബർ ജീവിതത്തിലും മഹ്ശറിലും ഗുണകാംക്ഷയായി ഈ സ്വതക്കയെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഇനിയുണ്ടല്ലോ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാൾ കൂടി അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്തിൽ അത് ഞാൻ കൊടുക്കാം. എന്റെ കയ്യിൽ ഉടനെ ഇല്ല. ഒരു 5,000 ആദ്യം കൊടുത്തു, പിന്നെ ഒരു 5,000 കൊടുത്തു. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് കൊടുക്കാം എന്ന നിയ്യത്തിൽ ഒരു കുട്ടിയുടെ ചെലവ് ആരാ ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ നിങ്ങൾ 73 കുട്ടികൾ, 70ഓളം 75ഓളം വരുന്ന വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഹാഫിളുകളായിട്ട് ഇറങ്ങി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ ഇൻഷാ അല്ലാഹ് വർഷാവർഷം കൃത്യമായിട്ട് നടത്തും. അബ്ദുൽ ലത്തീഫ് ഉസ്താദാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിൻസിപ്പൾ. ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉലമാക്കളുടെ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദ് റിയാസ് മന്നാനി ഉസ്താദ്, മന്നാനി ഉസ്താദിന്റെ ഒക്കെ ഉസ്താദാണ്, അവരുടെ ഒക്കെ ഉസ്താദുമാര്. അപ്പൊ എത്രയോ വർഷങ്ങളായി, 26-27 വർഷമായിട്ട് ഹിഫ്ള് പഠിപ്പിക്കാൻ, നല്ലതുപോലെ കറ തിളഞ്ഞ് ഖുർആൻ നല്ലതുപോലെ തജ്വീദിന്റെ നിയമം അനുസരിച്ച് വൃത്തിയായി പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെയൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തണം. മക്കളെയൊക്കെ പഠിപ്പിക്കണം. ഓരോ കുട്ടികളുടേതാകുന്ന ചെലവ് ഞാൻ ഏറ്റെടുക്കാം. ഒരു കുട്ടിയുടേത് ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിയ്യത്തി അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ സ്ത്രീകളുടെ ഭാഗത്ത് നോക്കി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉണ്ട്, സ്ത്രീകളുടെ ഭാഗത്തുണ്ട് ധാരാളം സഹോദരിമാർ. അവർ ഇൻഷാ അല്ലാഹ് ദീനിനു വേണ്ടി കൊടുക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ സുദിനത്തിൽ നിസ്കാരം കഴിഞ്ഞ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നീങ്ങി നിന്ന് പ്രഭാഷണം നടത്തിയതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ കാണാം. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തിരിച്ചു വരുമ്പോ ആ തട്ടം നിറച്ചു സ്വർണ്ണ നാണയം സ്ത്രീകൾ കൊടുക്കും. അന്നേ കൊടുക്കണം. അവരുടെ കാതിലും അവരുടെ കഴുത്തിലും അവരുടേതാകുന്ന മോതിരം ഒക്കെ ഊരിയിടും.
അന്ന് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നബിതങ്ങൾ ദീനിന് വേണ്ടി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കണം. ചിലർ മനസ്സിലാക്കും എപ്പോഴും പിരിവ്, അങ്ങനെ ചിന്തിക്കണ്ട. നമ്മുടെ ദീനി സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നതും നമ്മുടെ പള്ളികളും മദ്രസകളും ഇത്തരത്തിലുള്ള അറബി കോളേജുകളും ബനാത്തുകളും ഒക്കെ നിലനിൽക്കുന്നത് ദീനി സ്നേഹികളാകുന്ന പാവപ്പെട്ട സാധാരണക്കാരുടേതാകുന്ന സമ്പത്ത് കൊണ്ടാണ്, പ്രവാസികളാകുന്ന പാവപ്പെട്ട മോമിനികളുടെ സമ്പത്ത് കൊണ്ടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സദസ്സ് ലൈവായി വീക്ഷിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരുകൂടി ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ആരാ ഇൻഷാ അല്ലാഹ് അതിന് സാധിക്കാത്ത ആളുകൾ 15,000 രൂപ കഴിയുന്നവരുണ്ടെങ്കിൽ പറയും അല്ലാഹു സ്വീകരിക്കട്ടെ. 15,000 ഉണ്ട് ഈ സദസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്ക് കൊടുക്കാനല്ല, ഗഡുക്കളായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറയാൻ സാധിക്കുന്ന മോമിനീങ്ങൾ സിൽവർ ജൂബിലിയുടെ ഈ മഹത്തരമാകുന്ന ഈ മജ്ലിസിൽ വെച്ച് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ആരാ പറയും അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് നോക്കണം. 15,000 കഴിയുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അബൂബക്കർ സാഹിബ് കുന്നങ്കലിലെ 25,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ്. മാഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഉ വിദാദി താഹ താലിയൽ താലി താല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കർ എന്ന മഹനീയമായ നാമമുള്ള ആ സഹോദരനെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. 25,000 രൂപ സദഖ നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ബാക്കി വെച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എത്ര മക്കളാണ് പിഴച്ചു പോകുന്നത്? സിനിമ കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ ചൂടെനിക്ക് മതി, എനിക്ക് അവളെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി ഉമ്മയോട് വിളിച്ചു പറയുന്ന സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ ലസ്ബിയനായി ജീവിക്കുന്ന സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ? അഥവാ പെൺകുട്ടികളുമായി തന്നെ സ്വവർഗതിരി അനുരാഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന കാലഘട്ടമല്ലയോ? കേകളായി പുരുഷന്മാർ ജീവിക്കുന്ന കാലഘട്ടമല്ലയോ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എനിക്ക് അവനുമായി ഇനി ജീവിച്ചാൽ മതി, കല്യാണം ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പരസ്യമായി പറയുന്ന ആധുനിക നവതലമുറയിലെ മക്കളല്ലേ? അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് മക്കളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കണം. ഒരു കുട്ടിയെങ്കിലും ഏറ്റെടുക്കണേ. ഇത് നാളെ ഖബർ ജീവിതം സുനിശ്ചിതമാകാൻ, മഹ്ശറിൽ രക്ഷ കിട്ടാൻ നമുക്ക് തുണ നൽകാൻ ഉപകരിക്കുന്നതാണ്. ഹാഫിളീകളാകുന്ന മക്കളിലൂടെ അല്ലാഹുവേ സ്വർഗ്ഗം പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹ് വ ഖവാസുല്ലാഹ്. ഖുർആന്റെ വാഹകർ അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്. ഖുർആന്റെ വാഹകരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാർ. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഹും ഖവാസുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രത്യേകക്കാരുടെ വിഭാഗത്തിലാണ് അവരുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ നബുവത്തിന്റെ ശറഫാക്കപ്പെട്ട നാമമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠവൽക്കരിച്ച വിഭാഗമല്ലേ ഹാഫിളീങ്ങൾ. അവരെ സ്നേഹിക്കാൻ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവരുടെ ജീവിതം ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയാൻ എന്റെ മുസ്ലിമേ നിനക്ക് മടിയുണ്ടോ? അല്ലാഹുവേ ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളായ മക്കളോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ സദസ്സ് നിദാനമാക്കണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ വെച്ചുകൊണ്ട് പറയാം. 10,000 വെച്ച് പറയാൻ പറ്റുന്ന മോമിനീങ്ങൾ സഹോദരങ്ങൾ സഹോദരിമാർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈയുയർത്തിക്കെ. ഒരാളൊന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് തുടങ്ങി വെക്ക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 10,000 രൂപ ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ കൊടുക്കാം.
അടുത്തൊരു വർഷത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ കാര്യത്തിനല്ല ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. ആരാ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിച്ചവർ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലുണ്ട്. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് കൈയുയർത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് നോക്ക്, അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഷാൻ ജബ്ബാർ മുക്കുന്നം 25,000 മാഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തോടെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്ത് വലിയ നന്മയുള്ള സദഖയായി ഈ സദഖയെ കബൂലാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഇതിലൂടെ വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. സിയാദ് കല്ലുവട്ടാൻകുഴി 10,000 രൂപ മാഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഉണ്ട് ഈ സദസ്സിൽ ഇനിയുണ്ട്. കഴിയുന്ന മോമിനിയങ്ങൾ നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും മുന്നിൽ കൈനീട്ടൂല. ഗൾഫിലേക്ക് പോയി പ്രവാസികളായ ആളുകളെ കണ്ട് റാഹത്തായിട്ട് കാര്യം നടത്തും. ഇപ്പൊ ആ ഒരു സാഹചര്യം അല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഉസ്താദ് ഇടയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടും പ്രയാസവും വന്നതിന് ശേഷം, സുഖമില്ലാതെ വന്നതിന് ശേഷം ഒന്നുകൂടി ക്ഷീണിതനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ വിഷമവും പ്രയാസവും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എന്നാലും കഴിയുന്നതിന്റെ പരമാവധി നമുക്കിടയിൽ ഇപ്പോഴും സജീവമായി എല്ലാ കാര്യത്തിലും നേതൃത്വമായി നിൽക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഉസ്താദിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഒരു സമാധാനം കൊടുക്കാൻ. ഇവിടെ ആരും പറഞ്ഞിട്ടല്ല ഞാനിത് ചെയ്യുന്നത്, നമ്മുടെ ഒരു മനസ്സിലെ നിയ്യത്ത് വെച്ച് ചെയ്യാണ്. കാരണം ഈ സദസ്സിലുള്ളതാകുന്ന ആളുകളെ കണ്ടിട്ടുമല്ല, മറിച്ച് ഈ ഒരു 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടൊരു 10 കുട്ടികൾക്ക് അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഒരു വർഷത്തേക്ക് അവരുടെ ചെലവിനൊന്ന് ഭാഗവാക്കാകാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ ഖൈർ മറ്റൊന്നുമല്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജൂബിലിയുടെ സദസ്സിൽ നമ്മൾ പിരിക്കൂല. പിരിക്കുന്നത് എന്റെ ഒരു നിയ്യത്തിന്റെ വെച്ചിട്ട് പിരിക്കാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. സിറാജ് എടപ്പളമൊക്കെ 10,000. അതുപോലെ സിയാദ് എന്ന സഹോദരൻ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് 10,000. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വതക്കയായി സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആനിന്റെ വാഹകരെ ഏറ്റെടുക്കാൻ നല്ല മനസ്സ് വെച്ചതാകുന്നവരുടെ മനസ്സുകളെ നീ പരിപൂർണമായി സ്ഫുടം ചെയ്യണേ അല്ലാഹ്. അവരെ കബൂലാക്കണേ അല്ലാഹ്. ഖുർആന്റെ വാഹകരോടൊപ്പം സ്വർഗ്ഗത്തിൽ ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ തൃക്കരം കൊണ്ട് ശഫാഅത്ത് ലഭിക്കാൻ, അവിടുത്തെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ, അവിടുത്തെ തൃക്കല്യാണത്തിൽ പങ്കാളികളാൻ, അവിടുത്തെ തൃക്കരം പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അബ്ദുൽ അസീസ് ജാഫർ മൻസിൽ മന്യാനിയ നഗർ മാഷാ അല്ലാഹ് 25,000. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് സ്വർണത്തിന്റെ മോതിരം ഇൻഷാ അല്ലാഹ് അവര് തരും. ഇവിടെ ചെന്നാ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാന്ന് തുടങ്ങി വെക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് തുടങ്ങുക. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വർണത്തിന് ഏറ്റവും മാറ്റുകൂടിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ആരാ തൽപരരാകുക? ഏത് സഹോദരിയാണ് ഇൻഷാ അല്ലാഹ് സ്വർഗം വിലക്കെടുക്കാൻ തൽപരമുള്ളത്? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. 25,000 രൂപ സദഖ പറഞ്ഞതാകുന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. പരലോകത്ത് വലിയ പ്രതിഫലാർഹമാകുന്ന സദഖയായി കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. മക്കളുടെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. കാരണം ഈ സ്ഥാപനം നല്ല രീതിയിൽ നടന്നുപോയാണ്. ഇന്നവരെ ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല. പേരുദോഷമില്ലാതെ മാന്യമായി സമൂഹത്തിനിടയിൽ സുതുല്യമാകുന്ന സേവനം നടത്തുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്.
ഇതിനു വേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ട്? പ്രവാസികളാകുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരടക്കം നാട്ടിലുള്ള പാവപ്പെട്ട തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ, റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ. അബ്ദുസ്സലാം സാഹിബ് കുമ്പളം മന്നാനിയ നഗർ 10,000 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയുണ്ട് 10,000 കഴിയുന്നവർ ഇനിയുണ്ട്. ആ മോതിരം കോരി വെച്ച വേഗം കൊടുത്തു പക്കത്തിലിട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വാളണ്ടിയേഴ്സ് ഒന്ന് നല്ല റാഹത്തായിട്ട് നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും നടക്കുന്ന അനുസരിച്ച് ഇൻഷാ അല്ലാഹ് തരും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. 10,000 പറഞ്ഞ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഈ സദഖയിലൂടെ വലിയ വിജയം നസീബാക്കണേ അല്ലാ. സ്വർഗ്ഗം മുഴുകാൻ ഹേതുവാക്കണേ അല്ലാ. കടക്കൽ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൾ കൂടിയാണ് സബീന ഉമ്മർ, തിരുവനന്തപുരത്തുള്ളത്. അൽഹംദുലില്ലാഹ് ഒരു കുട്ടിയുടെ ചെലവ് ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല ഇന്ന് നടന്ന വിവാഹത്തിലേക്ക് പാവപ്പെട്ടതാകും നമ്മുടെ യതീം മക്കളുടെ വിവാഹത്തിലേക്ക് 5 പവൻ സ്വർണവും കൊടുത്തവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ കൊടുക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടുന്നത് കൊണ്ട് അവർ വീണ്ടും കൊടുക്കുകയാണ്. നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒരു ബറക്കത്തും ഇല്ല, അതുകൊണ്ട് അനങ്ങാതിരിക്കും. അതാണ് വ്യത്യാസം. കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ തെളിയ, ഉള്ള സമ്പത്ത് വർദ്ധിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ പലിശയില്ല. ബാങ്കിൽ കൊണ്ടുപോയിട്ട് 10 ലക്ഷം ഇട്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് തിന്നുകൊണ്ടിരിക്കുന്ന പരിപാടി മുസ്ലിമിനില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? നിന്റെ ഭക്ഷണത്തിലും നിന്റെ റിസ്ക്കിലും വിശാലത വേണോ? എന്ത് ചെയ്യണം? യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. റിബയെ പലിശ അല്ലാഹു മുച്ചൂട് നശിപ്പിക്കും. വയുർബിസ് സദഖാത്ത്, സദഖ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വർധനവുണ്ടാകും. ഖുർആനാണ്. സദഖ ചെയ്ത് നോക്ക്, ജീവിതത്തിൽ ഉറപ്പായിട്ടും വർധന വരും. ഖുർആനാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളെന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും പരിപൂർണമായി കുറച്ച് പൈസ കൊണ്ടുവന്നിട്ട് അനക്കാതെ നിക്ഷേപമായിട്ട് ബാങ്കിലിടും. എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ട് പലിശയായിട്ട് കഴിയാന്ന് നമ്മൾ ചിന്തിക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട്. അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച ജഗന്തിയന്തമായ അള്ളാഹു പറയുന്നു, പലിശയായിട്ട് ബന്ധപ്പെടരുതേ, അത് നിങ്ങൾക്ക് നാശമാണ്. നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ സദഖ ചെയ്യും. സദഖയെ പരമോൻ അള്ളാഹു വളർത്തും. നിങ്ങളൊരു സാധുവായ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് നോക്ക്, ഒരു 10,000 രൂപ കൊടുത്തു നോക്ക്. ഇൻഷാ അല്ലാഹ് അത് 1 ലക്ഷമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു 10 ഇരട്ടി തരും. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമെന്ന് വിശുദ്ധമായ ഖുർആൻ. 10 ഇരട്ടിയാണ് അല്ലാഹു നൽകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭാര്യയാണ്, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ. ഭർത്താവിനോട് പറഞ്ഞു, ഗർഭം ധരിച്ചിരിക്കുന്ന വേളയിൽ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കാൻ വല്ലാത്ത കൊതിയാണ്. മാതള നാരങ്ങ പറയും, ഉമ്മാമ്പഴം ഒരെണ്ണം മതി. അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടം, അദ്ദേഹം ഓടി ജോലിക്ക് വേണ്ടി പോയി. അങ്ങനെ ഒരു ജൂതന്റേതാകുന്ന തോട്ടത്തിൽ, ഈന്തപ്പന തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അതിന് കിട്ടിയ പൈസ കൊണ്ട് ഒരു റുമ്മാമ്പഴം വാങ്ങി. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അള്ളാഹു ഒരു പരീക്ഷണം. വളരെ സാഹചര്യം, ഭാര്യ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്ന സാധനം കൊണ്ടുവരാതെ വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന പുകയിൽ ഒന്നും പറയണ്ടല്ലോ. ബഹുമാനപ്പെട്ടവർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു യാചകം വന്നിട്ട് ചോദിക്കുന്നു, വിശക്കുന്നു, എന്തെങ്കിലും താ. അദ്ദേഹം ഉടനെ ഒന്നും നോക്കിയില്ല, അലി റളിയല്ലാഹു അൻഹു ഉടനെ കൊടുക്കാൻ. വീട്ടിൽ വന്നു ഭാര്യയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഗതി പറഞ്ഞു. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ മയ്യത്ത് നിസ്കരിച്ച് റാഹത്താക്കും, ഖബർ വെട്ടി കുഴിച്ചിടും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്താ കൊടുത്തെന്ന് പറഞ്ഞാൽ, നീ ആർക്കെന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒച്ചയിടുന്ന പെണ്ണുങ്ങളുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. നല്ല ദീനീ മതബോധമുള്ളവളല്ലേ. അതുകൊണ്ട് തന്നെ മഹദി അവറുകൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ 2 പേര് ഇരിക്കാൻ, അതിന് ഉറങ്ങാം, കിടക്കാം.
വീട്ടിൽ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ട്, അല്ലതുകൊണ്ട് ഉമ്മാമ്പഴം കഴിക്കാൻ കൊതിച്ചതിനാ. ഗർഭം ധരിക്കുന്ന വേളയിൽ സ്ത്രീകൾക്ക് പല താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നാ ആ സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി അങ്ങനെ കിടക്കുമ്പോൾ വാതിലൊരു മുട്ട്, കതക് മുട്ട്. ഇതിലെ ഹേമ കമ്മീഷന്റെ മുട്ടല്ല, അല്ലാത്ത മുട്ടാണ്. അങ്ങനെ കതക് മുട്ടി, കതക് തുറന്നു. മാഷാ അല്ലാഹ് നോക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കൊട്ട നിറച്ച് നല്ല റുമാമ്പഴമുണ്ട്, അതങ്ങോട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നുവിട്ടതാണെന്നാണ് പറയുന്നത്. ഈ റുമാമ്പഴം ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു വാങ്ങിച്ചിട്ട് കൊട്ടയിൽ നിന്ന് ഇങ്ങനെ എണ്ണി 1 2 3 4 5 6 7 8 9. വീണ്ടും അദ്ദേഹം എണ്ണി, സംശയം വരുന്ന പോലെ കാര്യമായിട്ട് വീണ്ടും എണ്ണ 3 പ്രാവശ്യം എണ്ണി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 10 എണ്ണം വരണമല്ലോ, ഒരെണ്ണം കുറവുണ്ടല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ കയ്യിൽ 10 എണ്ണം ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? കാരണം വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല, ഇത് എവിടെ ഇട്ടിട്ടില്ല, ഫോണും വിളിച്ച് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ കൊണ്ടൊന്ന് കൊടുത്തതാണ്. അത് നബി അതേപോലെ മകൾക്ക് കൊടുക്കുന്നു പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടതാ. നബി നിങ്ങൾ കൽബ് വായിക്കുമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 10 എണ്ണം ഉണ്ടെന്ന് എങ്ങനെ നീ മനസ്സിലാക്കി? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലമുള്ളത്. ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു റുമാമ്പഴം ഒരു യാചകം വന്നുകൊണ്ട് വിശപ്പ് വന്നുകൊണ്ട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിശപ്പടക്കാൻ ഞാൻ കൊടുത്തുപോയി. എന്നെ ഖലാസ് വെച്ച് കൊടുത്തതാണ്, അതുകൊണ്ട് 10 എനിക്ക് കിട്ടൽ നിർബന്ധമാണ് എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അതാണ് അറിവ്, അതാണ് അവരുടെ മനസ്സിന്റെ യഖീൻ, ഈമാൻ. നമ്മളാണെങ്കിലോ 10 കൊടുത്ത് പോയി ഹലാക്ക്, അങ്ങനെ കൊടുക്കുക. 10 കൊടുത്താൽ എനിക്ക് 1 ലക്ഷം കിട്ടും, 10,000 കൊടുത്താൽ 1 ലക്ഷം ഉറപ്പാണ് എന്ന് നിയ്യത്ത് വരണം നമുക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഈമാൻ, യഖീൻ ഉറക്കണം. അലി റളിയല്ലാഹു അൻഹു ഈമാൻ വരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഇട്ടിട്ട് അത് എങ്ങനെയെങ്കിലും ഇൻട്രസ്റ്റിലൂടെ കഴിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. പലിശ നിങ്ങളെ വളർത്തൂല, നിങ്ങളെ തളർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവണോ, സദഖ നൽകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ.